നമസ്കാരം. പുസ്തകാസ്വാദനത്തിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന പുസ്തകം പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ ഷാനവാസ് കോങ്ങനാടിന്റെ ഗന്ധയാമിനി എന്ന നോവലാണ്. മനുഷ്യ മനസ്സിൽ ഇന്നും തീരാത്ത നൊമ്പരമായി അവശേഷിക്കുന്ന ഗുജറാത്ത് കലാപം പശ്ചാത്തലമായ ഈ നോവൽ വായനയ്ക്ക് ശേഷവും മനസ്സിൽ അസ്വസ്ഥതയുടെ നെരിപ്പോടുകൾ ഉണർത്തുന്ന ഭാവതീവ്രമായ ഒരനുഭവമാണ്. നിരപരാധികളായ എത്രയോ പേരുടെ നിലവിളികൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ദൗർഭാഗ്യകരമായ സ്വാതന്ത്ര്യ അനന്തര ലഹളകൾക്കു ശേഷം മനുഷ്യ മനസ്സാക്ഷിയെ ഏറെ പിടിച്ചുലച്ച ഗുജറാത്ത് കലാപം ഇപ്പോഴും മതേതര ഭാരതത്തിന്റെ നെഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോരുന്ന കനകരാജനിലൂടെയാണ് നോവൽ വികസിക്കുന്നത്. കേരളീയരായ മാതാപിതാക്കളുടെ മകനായി ഗുജറാത്തിൽ ജനിച്ച് അവിടെ തന്നെ പഠിച്ച് ജോലി നേടിയ പ്രൊഫസർ കനകരാജൻ ഇടയ്ക്കിടെയുണ്ടാകുന്ന വർഗീയ കലാപങ്ങൾ ഗുജറാത്തിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളിൽ ഏറെ ദുഃഖിതനാണ്. ഏതൊരു മതേതര ചിന്താഗതിക്കാരനെ പോലെ കനകരാജനും അയാളുടെ ജീവിതവും അവിചാരിതമായ സംഭവഗതികളാൽ മാറിമറിയും. വർഗീയവാദികളുടെ കൊലക്കത്തിയിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാളുടെ ഭാര്യയ്ക്ക് അയാൾ ജീവിതം നൽകുന്നു. അങ്ങനെയാണ് റഹാന എന്ന മുസ്ലിം പെൺകുട്ടി അയാളുടെ ഭാര്യയായി കടന്നു വരുന്നു. അവളുടെ കുട്ടി അയാളുടെ പ്രിയപ്പെട്ട അപർണയായി. അന്യ മതസ്ഥയായ ഒരു പെൺകുട്ടിയെയും അവളുടെ മകളെയും സംരക്ഷിക്കാൻ തയ്യാറായതിലൂടെ അയാൾ വർഗീയവാദികളുടെ കണ്ണിലെ കരടായി മാറുന്നു. ഒടുവിൽ മാനവും മനസ്സും മനുഷ്യനും ചുട്ടരിക്കപ്പെട്ട കലാപത്തിന്റെ ഇരയായി കനകരാജന്റെ ഭാര്യയായി മാറുന്നു. അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അച്ഛന്റെ നാട്ടിലേക്ക് എത്തുകയാണ് കനകരാജനും മകളും. ഡോക്ടർ കനകരാജന്റെ കീഴിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന സുധീഷനും അദ്ദേഹത്തോടൊപ്പം രക്ഷപ്പെട്ടു. അയാളുടെ പ്രിയപ്പെട്ട മാധുരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും അയാളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. നാട്ടിൽ പോയി തിരിച്ചു വന്ന് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടിയിരുന്ന അവളെക്കുറിച്ച് പിന്നെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. നിർഭാഗ്യകരമായ ഗോദ്ര കലാപം നടന്ന ദിവസമാണ് മാധുരിയും അതിനിടയിൽ വന്നുപെട്ടത്. അതുകൊണ്ട് തന്നെ അവളും കലാപത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് അയാൾ വിശ്വസിച്ചു. വിവാഹം വരെ ഉറപ്പിച്ചു വെച്ചിരിക്കെ ഉണ്ടായ അപ്രതീക്ഷിതമായ ആഘാതവുമായാണ് അയാൾ അധ്യാപകനായ കനകരാജനോടൊപ്പം നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തപ്പെട്ട ഡോക്ടർ കനകരാജൻ തൈക്കാട് ദിവാകരന്റെ മകനാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയപ്പോഴേക്കും നാട്ടിൽ ചരിത്രം സൃഷ്ടിച്ച ദിവാകരന്റെ തിരോധാനത്തിന്റെ ചരിത്രം തിരയുകയായിരുന്നു പഴയ തലമുറ. അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്കൊടുവിൽ ഗുജറാത്തിലേക്ക് നാടുവിട്ടുപോയ ദിവാകരനെ പറ്റി പിന്നെ ഇപ്പോൾ മകനിലൂടെയാണ് പുതിയ തലമുറ അറിയുന്നത്. നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിലനിന്നിരുന്ന പൊന്നപ്പൻപിള്ള അവിസ്മരണീയമായ മറ്റൊരു കഥാപാത്രമാണ്. പകൽ രാഷ്ട്രീയ പ്രവർത്തനവും രാത്രിയുടെ മറവിൽ തിന്മയുടെ പ്രതീകവുമായി ജീവിക്കുന്ന പൊന്നപ്പൻപിള്ള അവസാനം അനിവാര്യമായ ദുരന്തത്തിലേക്ക് നീങ്ങിയ പൊന്നപ്പൻപിള്ളയെ ഓർത്ത് സഹതപിക്കാൻ പോലും ആരുമുണ്ടായില്ല. സുജാതയുടെ ആശ്രിത നിയമനത്തിൻ്റെതുൾപ്പെടെ ദുഃഖം കനീഭവിച്ചു കിടക്കുന്ന പല ഫയലുകളുടെയും ചുവപ്പ് നാളെ അഴിക്കാനാവാതെ വീർപ്പുമുട്ടുന്ന സർക്കാർ ജീവനക്കാരുടെ പ്രതീകമായ രഞ്ജിനി ഉൾപ്പെടെ എഴിവാർന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുന്നു. സുധീഷിന്റെ സ്നേഹം ഒരിക്കൽ നിരസിച്ച രഞ്ജിനി അവസാന സുധീഷിന്റെ സാന്ത്വന കേന്ദ്രത്തിലേക്ക് അഭയം തേടിയെത്തുന്നതും മറക്കാനാവാത്ത ചിത്രമാണ്. പക്ഷേ കാലം കാത്തുവച്ചിരുന്നത് അപ്രതീക്ഷിതമായ വഴിത്തിരിവായിരുന്നു. അതേപോലെ പൊന്നപ്പൻ പിള്ളയുടെ ക്രൂരതകൾക്കിരയാവുന്ന സുജാതയും അമ്മയുമൊക്കെ നേരിടുന്ന യാതനകളുടെ ചിത്രവും അനുവാചക മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന വിധം നോവലിസ്റ്റ് ആവിഷ്കരിച്ചിരിക്കും. പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സിൽ നോവൽ അവസാനിക്കുമ്പോൾ ഗുജറാത്ത് കലാപവും അതിന്റെ വേദനാജനകമായ അനുബന്ധ ചിത്രങ്ങളും വായനക്കാരുടെ മനസ്സിൽ തീരാത്ത നൊമ്പരമായി അവശേഷിക്കുന്നു. എത്ര മായ്ച്ചാലും മായാത്ത വർഗീയതയുടെ ഉറഞ്ഞുതുള്ളലായി അതിന്റെ പുകപടലങ്ങൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഗുജറാത്ത് കലാപത്തിന്റെ അനന്തര ചിത്രങ്ങൾ വിരളി പശ്ചാത്തലത്തിൽ അവിസ്മരണീയമായ കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നതിൽ ശ്രീ ഷാനവാസ് കോങ്ങനാട് വിജയിച്ചിരിക്കുന്നു എന്നതിൽ സംശയമില്ല. ഗന്ധയാമിനിയിൽ ഗുജറാത്ത് കലാപം മാത്രമല്ല എവിടെയും നേരിടേണ്ടി വരുന്ന പീഡനമുണ്ട്. സ്ത്രീകളുടെ എന്നും അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളുടെ വിവരണമുണ്ട്. രാഷ്ട്രീയ അമൂല്യച്യുതികൾക്കെതിരായ രോഷമുണ്ട്. സർക്കാർ ഓഫീസുകളിലും മറ്റ് അധികാര കേന്ദ്രങ്ങളിലും സാധാരണക്കാരെ നേരിടേണ്ടി വരുന്ന അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധമുണ്ട്. അവിസ്മരണീയമായ ഒരു വായനാനുഭവമാണ് ഗന്ധയാമിനി എന്ന ഈ നോവലിലൂടെ ഗ്രന്ഥകാരൻ പകർന്നു നൽകുന്നത് എന്നതിൽ സംശയമില്ല.